ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക്കൽ ടിപ്സ് A to Z സ്വാഗതം. ഇന്ന് നമ്മൾ ഗ്രൗളർ വൈൻഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. വൈൻഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫോർമർ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഒരു കൗണ്ടർ മെഷീനും വേണം. ഈ കൗണ്ടർ മെഷീനിലാണ് ഇത് ചിറ്റിയെടുക്കുന്നത്. നമുക്ക് വൈൻഡിങ് വയറായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 28 SWGയുടെ വയറാണ്. 28 SWGയുടെ വയറ് 1000 ചിറ്റി ആണ് ഇതെടുക്കുന്നത്. 1000 ചിറ്റി നമ്മളെടുത്തതിന് ശേഷം അതൊരു കോട്ടൺ ടൈപ്പ് ഉപയോഗിച്ച് അത് പൊതിയണം. അതാണ് ഇപ്പോൾ വീഡിയോ കാണുന്നത്. നമ്മൾ അത് പൊതിയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. കാരണം അടുപ്പിച്ചടുപ്പിച്ചാണ് ഇത് ചിറ്റേണ്ടത്. അടുപ്പിച്ച് ചിറ്റിയില്ലെങ്കിൽ നമുക്ക് ഇത് ഇൻസെർട്ട് ചെയ്യുമ്പോൾ അത് ഉരഞ്ഞ് വയർ പൊട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. രണ്ടാമത്, ഇത് എത്രയും ടൈറ്റായിട്ട് ചെയ്യാൻ പറ്റണോ അത്രയും നല്ലതാണ്. നല്ല രീതിയിൽ വലിച്ചു മുറുക്കി ചിറ്റിയതിന് ശേഷം ഇതുപോലത്തെ 2 കോയിലാണ് നമുക്ക് എടുക്കേണ്ടത്. 2 കോയിൽ, ഒരു കോയിൽ 1000 ചിറ്റ് വീതം ഒരു സെറ്റും, അടുത്ത കോയിൽ 1000 ചിറ്റ് വീതം, അങ്ങനെ 2 സെറ്റ് എടുക്കേണ്ടി വരും. ഈ വീഡിയോയിൽ ഞാൻ 4 സെറ്റ് ഉപയോഗിച്ചതായിട്ട് കാണാൻ നിങ്ങൾക്ക്. അത് ചിറ്റ് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ ഞാൻ അഡീഷണൽ ചിറ്റ് കയറ്റിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 28ഉം 29ഉം ഉപയോഗിച്ച് വേണമെങ്കിൽ വൈൻഡ് ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമില്ല. അത് പകുതിയാക്കി ചെയ്യണമെങ്കിലും കുഴപ്പമില്ല. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താലും പ്രശ്നമില്ല. കുറേയും എളുപ്പത്തിനാണ് ഇത് ഒറ്റ ചിറ്റ് ചെയ്യേണ്ടത്. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഇത് കുറച്ച് സമയം കൂടുതലെടുത്തു. കാരണം ഇത് 2 സെറ്റ് ചിറ്റാനുള്ള സമയം കൂടി ഇതായി. ഇത് കണക്ട് ചെയ്യുമ്പോൾ, ഈ കോയിലുകൾ തമ്മിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ അടുത്തടുത്ത സെറ്റ് തമ്മിലുള്ള ഇതിൽ ഒരു ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും, അതായത് ആദ്യത്തെ സെറ്റിൽ നിന്ന് രണ്ടാമത്തെ സെറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കണം അതിൻ്റെ ഡയറക്ഷൻ പോകേണ്ടത്. അതായത് ഒരു നോർത്തും ഒരു സൗത്തും കിട്ടത്തക്ക രീതിയിലായിരിക്കണം കോയിലിൻ്റെ ഡയറക്ഷൻ പോകേണ്ടത്. നമ്മൾ ആദ്യം തുടക്കത്തെ കമ്പിയും അവസാനത്തെ കമ്പിയും എടുക്കുമ്പോൾ മറ്റേതിൻ്റെ അവസാനത്തെ ലീഡിലേക്കായിരിക്കണം കണക്ഷൻ പോകേണ്ടത്. നിങ്ങളത് ശ്രദ്ധിച്ച് കൊടുക്കണം. വീഡിയോയിൽ അത് വ്യക്തമായി കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എടുത്തു പറയുന്നത് ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇത് ഓർമ്മ വെച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും ശ്രദ്ധിക്കാനില്ല. നല്ലപോലെ ടേപ്പ് കൊടുക്കുക. അതിനുശേഷം വാർണിഷ് നല്ലപോലെ കൊടുക്കുക. കാരണം ഈ കോയിൽ ടൈറ്റായിട്ട് ഇരിക്കേണ്ടതാണ് ഏറ്റവും നല്ല ഇത് പെർഫെക്ഷൻ. അല്ലെങ്കിൽ ഇത് കറണ്ട് ചെല്ലുമ്പോൾ ഭയങ്കര വൈബ്രേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ബോൾട്ടിട്ട് മുറുക്കുമ്പോൾ കോറ് ഒരു കാരണവശാലും ലൂസാവാൻ പാടില്ല. നല്ലപോലെ ടൈറ്റായിരിക്കണം. കോറിൻ്റെ വൈബ്രേഷൻ കൊണ്ട് ഒരുപക്ഷെ നമുക്ക് ആർമേച്ചർ ഷോർട്ടാണോ അതില്ലെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഇത് വരും. അത് ഒഴിവാകാൻ വേണ്ടി കോറും നല്ലപോലെ ടൈറ്റാക്കി വയ്ക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റുള്ള ഇതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഞാൻ നിങ്ങൾക്ക് അതിന് വ്യക്തമായ മറുപടി തരും. ഇത് ടെസ്റ്റ് ചെയ്ത് വിജയിച്ച ഒരു ഉപകരണമാണ്. 100% ഇത് പെർഫെക്ഷനാണ്. അതുകൊണ്ട് ഇത് വീഡിയോയിൽ നിങ്ങൾ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് ചിത്രീകരിച്ചത്. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്രൗളർ ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു അടുത്ത വീഡിയോ ഇടാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. ഓക്കെ, അടുത്ത വീഡിയോ വരെ നിങ്ങൾക്ക് ബൈ.